ആടിയുലയുന്ന ആരോഗ്യവകുപ്പെന്ന നൗകയ്ക്ക് കപ്പിത്താനില്ലേ എന്ന ചോദ്യം ഉയരുകയാണ്. ഹാരിസ് ഇറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മുതൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നത് വരെ ആരോഗ്യവകുപ്പിനെ, അതുവഴി സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ ആരോപണത്തിന്റെ മൂർച്ച കൂട്ടുകയാണ് കോൺഗ്രസ്. അതിന്റെ ഉദാഹരണമാണ് KC വേണുഗോപാലിന്റെയും ഈ പറഞ്ഞതുപോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയും പ്രതികരണങ്ങൾ. ടോബി ജോൺസൺ ചെയ്യുന്നു. ടോബി, ഈ പറഞ്ഞതുപോലെ അപകടാവസ്ഥയിലുള്ള ഒരു കെട്ടിടം തകർന്നു വീണെന്നത് ഒരു അധികാര അനാസ്ഥയാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കോൺഗ്രസും UDF-ഉം ഒക്കെ കോർണർ ചെയ്യുന്ന ഒരു വിഷയം ഈ പറഞ്ഞ വീണ ജോർജിന്റെയും VN വാസവന്റെയും മന്ത്രിമാരുടെ പ്രതികരണം തന്നെയാണ്. ഒരു അപകട സ്ഥലത്ത് ഓടിയെത്തി ആദ്യം പറയുന്നത് അപകടത്തെക്കുറിച്ചുള്ള അതിൻ്റെ ആഴത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ പറഞ്ഞു തീർക്കുന്നത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ്, കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയില്ല. ഈ രണ്ട് വരികളുടെ അവർ പറയാൻ ഉദ്ദേശിച്ചതെന്നാണ്. പക്ഷെ അവർ പറഞ്ഞത് തെറ്റാണെന്ന് പിന്നീട് മനസ്സിലായി. ഈ അപകടം സംഭവിച്ച കെട്ടിടത്തിൽ കിടപ്പ് രോഗികൾ അടക്കമുണ്ടെന്ന് നമുക്ക് വ്യക്തമായി. തീർച്ചയായിട്ടും സുഹൈൽ, പല ന്യായങ്ങളുണ്ടെങ്കിലും ന്യായീകരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ. ഒരു മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു അപകടം നടക്കുമ്പോൾ അത് ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വടി കൊണ്ടുപോയി പ്രതിപക്ഷത്തിന് കൊടുത്തത് ഒരുപക്ഷെ ഈ ഭരണപക്ഷത്തുള്ളവർ തന്നെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളൊരു വിവരം കൂടി വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അത് രാഷ്ട്രീയമായി തന്നെ ഉന്നയിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്ന ആ സംഭവം നടന്ന സ്ഥലത്താണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. എത്രത്തോളം കാലപ്പഴക്കമുണ്ട് ആ കെട്ടിടത്തിൽ നിന്ന് എന്നുള്ള കാര്യം ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാകും. അതുതന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇത്രയും കാലപ്പഴക്കമുള്ള ഒരു കെട്ടിടം ഈ പ്രധാനപ്പെട്ട ബിൽഡിങ്ങിൽ, മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മധ്യഭാഗത്ത് നിൽക്കുമ്പോൾ അവിടെ എങ്ങനെ ഈ രോഗികളെ ചികിത്സിച്ചു എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഇത്രയധികം ഭീഷണി ഉയർത്തുന്ന ഒരു കെട്ടിടം ഇവിടെയുള്ളപ്പോൾ അത് എങ്ങനെ അതിന് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പുതിയൊരു കെട്ടിടം പണിതുവെന്ന് പറയുന്നുണ്ട്. ആ കെട്ടിടത്തിലേക്ക് മാറാനുള്ള കാലതാമസം എന്താണ്, അതിന്റെ പണികൾ പൂർത്തിയായിരുന്ന ഇല്ലയോ എന്നതൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിനൊക്കെ മറുപടികൾ സർക്കാർ നൽകും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു സംഭവത്തോടു കൂടി മെഡിക്കൽ കോളേജിലെ പല പ്രശ്നങ്ങളും, പല രോഗികളും, പല കൂട്ടിരിപ്പുകാരും, രാഷ്ട്രീയക്കാരും എല്ലാം തന്നെ വിളിച്ചു പറയുന്ന നിരവധി കാര്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം തന്നെ മറുപടി പറയേണ്ട ഒരു അവസ്ഥ സർക്കാരിനുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് മറുപടി പറഞ്ഞേ മതിയാകൂ. എന്തായാലും ഇപ്പോൾ അടിയന്തരമായിട്ടുള്ള ഒരു യോഗം, ഉന്നതതല യോഗം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം മന്ത്രി വീണ ജോർജോ, VN വാസവനോ അടക്കമുള്ളവർ ഒരു വിശദീകരണം, ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം, എന്താണ് സംഭവിച്ചത്, ഇതിൽ ചികിത്സയുണ്ടായിരുന്നോ, രോഗികൾ ഉണ്ടായിരുന്നോ, കൂട്ടിരിപ്പുകാർ താമസിച്ചിരുന്നോ, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കെട്ടിടങ്ങളോ ഓഫീസുകളോ മറ്റോ പ്രവർത്തിച്ചിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഒരു ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, ഒരു വിശദീകരണം നൽകും. പക്ഷേ നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഇവിടെയുള്ള രോഗികളോടും കൂട്ടിരിപ്പുകാരോടും എല്ലാം ചോദിക്കുമ്പോൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ കഥകളാണ് അവർ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അവിടെ ചികിത്സയുണ്ടായിരുന്നു, രോഗികളുണ്ടായിരുന്നു, കൂട്ടിരിപ്പുകാരുണ്ടായിരുന്നു, ഇതെല്ലാം നമുക്ക് മനസ്സിലാകുന്നു. അങ്ങനെ വരുമ്പോൾ അതൊരു വലിയ അനാസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. ഇതെല്ലാം അറിഞ്ഞിട്ടും ഈ ഒരു കെട്ടിടത്തിന്റെ അവസ്ഥ എന്താണ്, ഇത്രയും ബലക്ഷയമുള്ള ഒരു കെട്ടിടം, അതിന്റെ അവസ്ഥ എന്താണ് എന്ന് കൃത്യമായിട്ട് പല ആളുകൾക്കും, ഇതിന്റെ അധികാരികൾ എന്ന് പറയുന്ന മാനേജ്മെന്റ് കമ്മിറ്റിയൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല കൂടുതൽ കെയർഫുൾ ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു നിലപാടുകൾ രോഗികളുടെ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് എടുക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ജീവൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ വില എത്ര മാത്രമാണെന്ന് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഒരു ജീവന്റെ വില. അത് എന്തായാലും ഒരു പണം കൊണ്ടോ ഒരു നഷ്ടപരിഹാരം കൊണ്ടോ ഒന്നും നികത്താൻ പറ്റാത്തതാണ്. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ, നമുക്കറിയാവുന്നതുപോലെ ഒരു ആശുപത്രിയിലേക്ക് ഓടിയെത്തുന്നത്, അവർക്ക് ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഓടിയെത്തുന്ന ഒരു ആശുപത്രിയിൽ അവിടെ വെച്ചൊരു ജീവൻ നഷ്ടപ്പെടുക, ഇങ്ങനെയുള്ള അനാസ്ഥ മൂലം നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. എന്തായാലും ആ ഒരു കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രീയമായി ഇതിന് നീക്കങ്ങൾ രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ചില ചോദ്യങ്ങൾ പൊതുസമൂഹം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ അത് കൃത്യമായി തന്നെ ലഭിക്കേണ്ടതാണ്. ആരോഗ്യ സംവിധാനത്തിന്റെ മികവിനെയോ അതിന്റെ ന്യൂനതകളെയോ ഒന്നുമല്ല തുറന്നു കാട്ടുന്നത്. മികവുറ്റ ആരോഗ്യ സംവിധാനം തന്നെയാണ് കേരളത്തിൻ്റെത്. ഇനി കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയ ആശുപത്രി കൂടിയാണ്. പക്ഷെ അത്തരത്തിൽ മികച്ച ഡോക്ടർമാരും ചികിത്സയും നൽകുമ്പോഴും അതൊക്കെ രോഗികൾക്ക് കൃത്യമായി കാറ്റർ ചെയ്യാൻ, പ്രൊവൈഡ് ചെയ്യാൻ, ഒരുക്കാൻ ഉതകുന്ന കെട്ടിടങ്ങളും ഉപകരണങ്ങളും അടക്കം വേണം. ആ ന്യൂനത മാത്രമാണ് തുറന്നു കാട്ടുന്നത്. ടോബിയാണ് വാർത്തയുടെ വിശദാംശം നൽകി പോന്നിരുന്നത്. ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗമൊക്കെ കൂടുന്നുണ്ട്. ആ അവലോകന യോഗത്തിലെങ്കിലും പൂട്ടിക്കിടക്കുന്ന പുതിയ കെട്ടിട സമുച്ചയം തുറന്ന് പ്രവർത്തിപ്പിച്ച് ഇവിടെ ഈ റിസ്കിൽ കഴിയുന്ന, ഏത് നിമിഷം വേണമെങ്കിലും തകർന്നു പൊളിയാവുന്ന കെട്ടിടങ്ങളിൽ
കെട്ടിടങ്ങൾ രോഗികളായി കിടക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കാൻ അടിയന്തര നടപടികൾ ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഈ കണ്ടത് അത് ചെറിയ അപകടം മാത്രമാകും. വലിയ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ.